സർ, ഏതെങ്കിലും കേസിൽ പെട്ട് 5 വർഷത്തിൽ കുറയാത്ത ശിക്ഷ ലഭിക്കുകയും 30 ദിവസം ജയിലിൽ കിടക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കൾ, അധികാര സ്ഥാനത്തിരിക്കുന്നവർ, അത് പ്രധാനമന്ത്രി മുതൽ മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ വരെ ഉള്ളവരെ ഈ പദവികളിൽ നിന്ന്, സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുന്നതിന് ഉള്ള ഒരു നിയമ ഭേദഗതി, ഭരണഘടനാ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനെ പിന്തുണച്ച് പ്രതിപക്ഷത്തു നിന്ന് ശശി തരൂർ MP രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണ് സാർ ഈ പ്രതിപക്ഷത്തു നിന്ന് തരൂർ മാത്രം ഇതിനെ പിന്തുണയ്ക്കുന്നത്? തരൂർ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് BJPയുടെ എല്ലാ നീക്കങ്ങൾക്കും, ഇത്തരത്തിലുള്ള എല്ലാ പ്രവൃത്തികൾക്കും പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. എല്ലാ കാര്യങ്ങളിലും പിന്തുണയ്ക്കുന്നില്ല, പക്ഷേ കാര്യമാത്ര പ്രസക്തമായ നമ്മുടെ ദേശീയതയെയും സംസ്കാരത്തെയും രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെയും ഒക്കെ ബാധിക്കുന്ന വിഷയങ്ങളിൽ തരൂർ അതിശക്തമായ പിന്തുണ കേന്ദ്ര സർക്കാരിന് കൊടുക്കുകയാണ്. എന്താണ് സാർ ഇത് അർത്ഥമാക്കുന്നത്? അല്ല, ഇങ്ങനൊരു ബില്ല് കൊണ്ടുവരുന്നു എന്നറിഞ്ഞ സമയം മുതൽ പ്രതിപക്ഷം വലിയ ആശങ്കയോടെയാണ് ഇതിനെ, അങ്കലാപ്പിലാണ്. അതിന് കാരണം, ഒന്ന്, ഈ പ്രതിപക്ഷത്തുള്ളവർ മുഴുവൻ ചിലപ്പോൾ ജയിലിലായി വരാം. മറ്റൊന്ന്, ശശി തരൂർ ഇതിനെ പിന്താങ്ങുമോ എന്ന് കോൺഗ്രസിനകത്ത് തന്നെ നേരത്തെ ഭയമുണ്ട്. കാരണം തരൂര് ഏറെക്കാലമായിട്ട്, ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടാണ് തരൂരിനൊരു വിശ്രമം കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ അതാ വീണ്ടും തരൂര് വീണ്ടും ഇടം നേടിയിരിക്കുകയാണ്. കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങളിലാണ് തരൂർ പോകുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തരൂര് പിന്താങ്ങി എന്ന് പറയുമ്പോൾ ആർക്കും ബോധ്യമാകും ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ബില്ലാണ്, ഇത് രാജ്യത്തിന് ഗൗരവമുണ്ട് എന്ന് മനസ്സിലാവും, രാജ്യത്തിന് ആവശ്യമുള്ള ഒരു ബില്ലാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല, തരൂരിന് കേരളവുമായിട്ടാണല്ലോ ബന്ധം കൂടുതൽ, പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരും തരൂരിന്റെ നിലപാടിനെ അംഗീകരിക്കുകയും ചെയ്യും. അതിൽ അവർക്കൊപ്പം ഈ ബില്ലിലൊരു വിശ്വാസ്യത വളരെ കൃത്യമായിട്ട് ഇത് അഴിമതി നടത്തുന്ന മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബില്ലാണ്. അത് വളരെ വ്യക്തമാണ്. അപ്പോൾ അത് വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ വിരൽ ചൂണ്ടുന്നതും ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾക്കെതിരെയാണ്. BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിയിൽ അത്രയും അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന ആൾക്കാരില്ല, കുറവാണ്. അതേസമയം ഇന്ത്യ മുന്നണിയിൽ അഴിമതി ആരോപണം നേരിടുന്നവരാണ് ഒട്ടുമുക്കാലും. സമാനമായ ഒരു ബില്ലല്ലായിരുന്നോ പണ്ട് മൻമോഹൻ സിംഗ് കൊണ്ടുവരികയും? മൻമോഹൻ സിംഗ് ഇതിന് വിപരീതമായ ഒരു ബില്ലാണ് കൊണ്ടുവന്നത്. അതായത് കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ, അങ്ങനെ ഒരു വിധി വന്നാൽ അവർക്ക് പിന്നെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല. അതായത് ലോക്കൽ ബോഡിയിൽ മത്സരിക്കുന്നവർക്ക് കുഴപ്പമില്ല, സംസ്ഥാന നിയമസഭകൾ തൊട്ട് പാർലമെന്റിലേക്ക് വരെ മത്സരിക്കുന്നവർക്ക് ഈ പ്രശ്നമുണ്ട്, അവർക്ക് മത്സരിക്കാൻ പറ്റില്ല. കേസിൽ ഏതെങ്കിലും ഒരു കീഴ്ക്കോടതിയിൽ നിന്ന് ഒരു ശിക്ഷ കിട്ടിയാൽ മതി. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ R. ബാലകൃഷ്ണപിള്ളയെ ഒരു കേസിൽ ശിക്ഷിച്ചു, അദ്ദേഹത്തിന് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് പിന്നീട് 6 വർഷത്തേക്ക് എന്തോ മത്സരിക്കാൻ പറ്റില്ല. അതിനൊരു കാലപരിധിയുണ്ട്. അത് കഴിഞ്ഞ് മാത്രമേ, അതായത് ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി പിന്നെ 6 വർഷം കൂടി മത്സരിക്കാൻ സാധിക്കില്ല. ആ ബില്ലാണ് രാഹുൽ ഗാന്ധി അതിനെ വേവ് ചെയ്യുന്ന, ആ നിയമത്തെ മാറ്റുന്ന ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നു കോൺഗ്രസ്. എന്റെ ഓർമ്മ ശരിയാണ്, 2013 അവസാനമാണ്, മൻമോഹൻ സിംഗിന്റെ കാലം. അതെ, മൻമോഹൻ സിംഗിന്റെ കാലത്ത്. അത് പരസ്യമായിട്ട് ഒരു പത്രസമ്മേളനത്തിൽ അജയ് മാക്കൻ ഡൽഹിയിൽ, നമുക്കറിയാം മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, വളരെ നല്ല അനുഭവ സമ്പത്തുള്ള ആളാണ്. അദ്ദേഹം പത്രസമ്മേളനം നടത്തി അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ കടന്നു വരികയും രാഹുൽ ആ ബില്ല് വാങ്ങിച്ച് കീറി എറിയുകയും ചെയ്തു. എന്നിട്ട് ആ ബില്ലിനെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്നത് മൻമോഹൻ സിംഗിന് ഏറ്റവും വലിയൊരു ക്ഷതമാണ്. അത് മാത്രമല്ല സാർ, അതിനകത്തൊരു ഗുരുതരമായ ചട്ടലംഘനമുണ്ട്. ഒരു ഓർഡിനൻസ് കീറി എറിയാൻ ഒരു MP തയ്യാറായി എന്നുള്ളതാണത്. അത് സത്യത്തിൽ അല്ല, അത് മൻമോഹൻ സിംഗിന്റെ ചെകിട്ടത്തടിച്ചതുപോലെയാണ്, നമ്മുടെ ഭരണഘടനയെ വലിച്ചു കീറുന്നത് പോലെയല്ലേ ഒരു MP. രാഹുൽ ഗാന്ധിയാണ് ഇപ്പൊ ഭരണഘടനയെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പൊ ഈ ബില്ല് ഒരുപക്ഷെ പാർലമെന്റിൽ പാസ്സാക്കാൻ പ്രയാസമായിരിക്കാം, അല്ലെ? 2/3 ഭൂരിപക്ഷം വേണം ഈ ബില്ല്. കാരണം ഇത് ഭരണഘടനാ ഭേദഗതിയാണ്. ബില്ല് പാസ്സാവും, BJPക്ക് ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് ബില്ല് പാസ്സാകും.
പക്ഷേ ഈ ഭരണഘടനാ ഭേദഗതി നടത്തണമെങ്കിൽ 2/3 ഭൂരിപക്ഷം വേണം. പാർലമെന്റ് കടക്കത്തില്ല. അല്ല, പാർലമെന്റില് ലോക്സഭയിൽ 2/3 ഭൂരിപക്ഷം വേണം, രാജ്യസഭയിൽ വേണം. അപ്പം ഇത് പാസ്സായി വരില്ല. ഇത് പാസ്സായി വരുമോ ഇല്ലയോ എന്ന് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. കാരണം ചെറിയ പാർട്ടികൾ ഒട്ടനവധിയുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് YSR കോൺഗ്രസ്, അതുപോലെ ബിജു ജനതാദൾ, അതുപോലെ ഇപ്പൊ ADMK BJPയുടെ സഖ്യകക്ഷിയാണ് എങ്കിലും നേരത്തെ അല്ലായിരുന്നല്ലോ, ഭരണത്തിൽ കയറുമ്പോൾ അങ്ങനെ അല്ലായിരുന്നല്ലോ. ഇതുപോലെ ചെറിയ ചെറിയ കക്ഷികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഇവർക്കെല്ലാം 1 MPയും 2 MPയും വെച്ചൊക്കെയുള്ള പാർട്ടികൾ വരെ ഉണ്ട്. ഇവരെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നിന്നാൽ, അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിൽ ഒരു വിള്ളലുണ്ടാകുകയും അതിനകത്തു നിന്നും ഈ പറഞ്ഞതുപോലെ MPമാർ ഈ ബില്ലിനെ അനുകൂലിച്ച് വരികയും ചെയ്താൽ അത് കളി മാറി. ഈ ബില്ല് പാർലമെന്റ് പാസ്സാക്കാതിരിക്കുകയും പ്രതിപക്ഷം പിന്തുണയ്ക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ പ്രതിപക്ഷത്തിന് സംശയത്തിന്റെ നിഴലിൽ തിരിച്ചടി പ്രതിപക്ഷത്തിന് തന്നെയാണ് ജനം കാണും. കാരണം ജനം ഇത് നമുക്കറിയാം, നരേന്ദ്രമോദി വീണത് വിദ്യയാക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ കഴിവ് അക്കാര്യത്തിൽ നമുക്ക് ഒരിക്കലും കുറച്ച് കാണാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം ജനങ്ങളോട് പറയുക, ഞങ്ങളൊരു നല്ല ബില്ല് കൊണ്ടുവന്നു, അഴിമതിക്കാരെ മാറ്റി നിർത്താൻ, ഇനി വരുന്നവർ അഴിമതി നടത്താതിരിക്കാൻ ഒക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രിക്കോഷൻ എടുത്തു, ഞങ്ങളൊരു ബില്ല് കൊണ്ടുവന്നു. എന്ത് ചെയ്യാം, പ്രതിപക്ഷം ഒന്നടങ്കം ഒത്തുചേർന്ന് അതിനെ തോൽപ്പിച്ചു. ആ ബില്ല് ചവറ്റുകുട്ടയിൽ എറിയാനുള്ള സാഹചര്യം അവരൊരുക്കി. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് 2/3 ഭൂരിപക്ഷം തരൂ, 400 സീറ്റ് അധികം ഞങ്ങൾക്ക് തരൂ എന്ന് നരേന്ദ്രമോദിക്ക് അടുത്ത 2029 പറയാനുള്ള അവസരം ഇതുകൊണ്ടുണ്ടാകും. അപ്പൊ ഇത് ശരിക്കും അവരുടെ മുന്നിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്, കെണിയാണ്. ഇട്ട് കൊടുത്തത് ഒരു കെണിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് പിന്തുണച്ചില്ലെന്നുണ്ടെങ്കിൽ അവർ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരും. പിന്തുണച്ചാൽ അവരുടെ കൂടെയുള്ള മുന്നണിയിലെ പല കക്ഷികളും അതോടുകൂടി വലിയ കുഴപ്പത്തിലാവും. അവർക്കൊന്നും പിന്നെ മത്സരിക്കാനും. അപ്പൊ ഇന്ത്യ മുന്നണി ശിഥിലമായി പോവുകയും ചെയ്യുമെന്നുള്ളതാണ്. അത് ഈ നരേന്ദ്രമോദി വാസ്തവത്തിൽ നരേന്ദ്രമോദിയും BJPയും ചേർന്ന് ഒരു പത്മവ്യൂഹം തീർത്തിരിക്കുകയാണ്. ഈ പത്മവ്യൂഹത്തിനകത്ത് കയറാൻ എളുപ്പമാണ്, പക്ഷെ പുറത്തിറങ്ങാൻ വലിയ പാടാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് അറിയേണ്ടത് പ്രതിപക്ഷത്തുനിന്ന് ആരൊക്കെ ഇതിനകത്ത് കയറും, ആരൊക്കെ അകത്ത് കയറിയാൽ തന്നെ അതിൽ ആരൊക്കെ പുറത്ത് ചാടും എന്നൊക്കെയാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പ്രതിപക്ഷ നേതാവ് ഒന്നും പറഞ്ഞിട്ടില്ല. പ്രതിപക്ഷ നേതാവിനൊന്നും മിണ്ടാൻ പറ്റില്ല. കാരണം പണ്ട് മറ്റൊരു ബില്ല് കീറി എറിഞ്ഞ് അഴിമതിക്കെതിരെ തന്റെ ആ വീരസ്യം കാണിച്ച ആളാണ്. അല്ല, അന്ന് അതൊരു അപക്വമായ നിലപാടായിരുന്നു സാർ. അന്ന് അതും വളരെ പ്രസക്തമാണ്. അന്ന് ലാലു പ്രസാദ് യാദവിനെ ശിക്ഷിച്ചു. അപ്പോൾ ലാലു പ്രസാദ് യാദവിനെ ശിക്ഷിച്ചപ്പോൾ ലാലു അന്ന് UPAയുടെ ഘടകകക്ഷിയാണ്. ലാലുവിന്റെ സമ്മർദ്ദം താങ്ങാനാകാതെയാണ് മൻമോഹൻ സിംഗും കോൺഗ്രസും ചേർന്ന് ആ ബില്ല് കൊണ്ടുവന്നത്. എന്താ, ഈ ജനപ്രാതിനിധ്യ നിയമത്തിൽ ചെറിയൊരു മാറ്റം വരുത്തി ഓർഡിനൻസ് കൊണ്ടുവന്ന് ഈ ശിക്ഷിക്കപ്പെട്ടാലും അപ്പീൽ പോയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഈ അപ്പീൽ കാലാവധി കണക്കിലെടുത്ത് ഇവർക്ക് മത്സരിക്കാനുള്ള അനുവാദം നൽകുന്ന ഒരു ബില്ല്, ഒരു ഓർഡിനൻസ് ആണ് കൊണ്ടുവന്നത്. പക്ഷെ അതിനെയാണ് ഈ അഴിമതിയോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എവിടെ 2G സ്പെക്ട്രം അടക്കം കോടാനുകോടി ലക്ഷം കോടികളുടെ അഴിമതി നടത്തിയ കോൺഗ്രസിന്റെ നേതാവ് യുവരാജാവ് രാഹുൽ ഗാന്ധിയാണ് ഒരു പത്രസമ്മേളനത്തിൽ കടന്നു വന്ന് പത്രക്കാരുടെ മുന്നിൽ വെച്ച ബില്ല് വലിച്ചു കീറി ദൂരെ എറിയുകയും അതിനെതിരെ വളരെ രോഷാകുലനായിട്ട് സംസാരിക്കുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ ഈ പറയുന്നത് പോലെ ചില പൊറാട്ട് നാടകങ്ങളാണ്. അതിൽ കവിഞ്ഞ യാതൊന്നും അതിനകത്തില്ല. പക്ഷെ ഇപ്പൊ ശരിക്കും പെട്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ് എടുത്ത് വീശിയിരിക്കുന്നത്. എവിടെ തൊട്ടാലും മുറിയും, തൊടാതിരിക്കാനും വയ്യ, തൊടാനും വയ്യ. അല്ല, ഇതോടുകൂടി രാഹുൽ ഗാന്ധിയുടെ അധികാര യാത്രയെല്ലാം അവസാനിക്കുന്നത്. മാത്രമല്ല സാർ, നാഷണൽ ഹെറാൾഡ് കേസ് നിൽക്കുകയാണ്. അതും ഒരു അഴിമതി കേസല്ലേ. അവിടെയും നടന്നിരിക്കുന്നത് കള്ളപ്പണം തുടങ്ങി ഒരുപാട് ആരോപണങ്ങൾ അതിന്റെ പുറകിലുണ്ട്. അപ്പോൾ ഇതെല്ലാം വാസ്തവത്തിൽ ഇവരെല്ലാം പൂട്ടാനുള്ള ഒരു നല്ല നരേന്ദ്രമോദി ഇപ്പോൾ കൊണ്ടുവന്ന് ഈ ലോക്സഭയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയെ നിർവാഹമുള്ളൂ. കാരണം ഈ പറഞ്ഞതുപോലെ BJPക്ക് 2/3 ഭൂരിപക്ഷം ഇല്ല. അതുകൊണ്ട് കാത്തിരുന്ന് കാണുകയെ നിർവാഹമുള്ളൂ. പ്രതിപക്ഷം ഇതെങ്ങനെ ഈ വൈതരണി കടക്കും എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.